പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലെ തിങ്കളാഴ്ച രാവും അയ്യാമത്തെ ശരീക്കിലെ അവസാനത്തെ ദിവസവും 4ാമത്തെ പെരുന്നാളും അല്ലേ, അങ്ങനെയല്ലേ? അപ്പോൾ ഇന്ന് അതിവിശിഷ്ടമായ രഹസ്യങ്ങൾ നിറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. അതായത് ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഈ ഒരു വാക്ക് നമ്മൾ ഈ ബോധ്യത്തിൽ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം തകരും. നമ്മുടെ എല്ലാ അമലുകളും, നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, എന്തിനേറെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ലക്ഷങ്ങൾ മുടക്കി നിങ്ങൾ മക്കത്തും മദീനത്തും ഒക്കെ പോയി, ഹജ്ജിന് പോയി, ഉംറക്ക് പോയി, സിയാറത്ത്, ഇതൊക്കെ വേസ്റ്റാണ്. നമ്മൾ എന്നും ചെയ്യുന്ന ഈ ഒരു കർമ്മം എന്നല്ല, ഈ ഒരു വാക്ക് എപ്പോഴും പറയുന്ന ഈ ഒരു വാക്ക്, അതിൻ്റെ ബോധ്യം ശരിയായില്ലെങ്കിൽ നമ്മുടെ ഈമാൻ പോലും തകർന്നു പോകും. അള്ളാഹു നമ്മളെ താങ്ങിയെടുക്കാൻ, പടച്ചവൻ്റെ കൂട്ട് ലഭിക്കാൻ, പടച്ചവൻ നമ്മളെ ചേർത്ത് പിടിക്കാൻ ഈ ബോധ്യത്തിൽ ഈ വാക്ക് പറഞ്ഞാൽ മതി. ഏതാന്ന് പഠിക്കണ്ടേ? അള്ളാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിപ്പോൾ ഒരു ഹംദ് പറഞ്ഞു അല്ലേ? ഒരുപാട് ക്ലാസ്സുകൾ അൽഹംദുലില്ലയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അൽഹംദുലില്ല എന്താണ് നമുക്ക് ഞാൻ പഠിപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നത് പോലെ പ്രയോഗിക്കാൻ പറ്റാത്തത്? അൽഹംദുലില്ല പറഞ്ഞാൽ ലൈഫ് സെറ്റാണ്. പക്ഷേ നമ്മൾ എത്ര അൽഹംദുലില്ല പറഞ്ഞിട്ടും സെറ്റാകാത്തത് എന്താണ്? അതിൻ്റെ ഒരു കാരണം അൽഹംദുലില്ലക്ക് പറ്റിയ പ്ലാറ്റ്ഫോം നമ്മുടെ കൽബിൽ ഒരുങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അൽഹംദുലില്ലക്ക് പറ്റിയ പ്ലാറ്റ്ഫോമായി നമ്മുടെ കൽബ് മാറിയാൽ നമ്മളിങ്ങനെ സമാധാനം ആസ്വദിക്കും, നമ്മുടെ ലൈഫ് കളറാകും, ജീവിതം മാറും, സമാധാനം നിറയും, സ്വസ്ഥത അനുഭവിക്കാൻ പറ്റും. എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും? അതിനെക്കുറിച്ചുള്ളൊരു ക്ലാസ് നിങ്ങളൊന്ന് കേട്ട് നോക്കി. ഇത് കേട്ടിട്ട് ലൈഫിലൊരു മാറ്റം വേണമെന്ന് ഇന്ന് തന്നെ ചിന്തിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ഈ അൽഹംദുലില്ല നമ്മൾ കൃത്യമായി ചൊല്ലുന്നുണ്ട്, നമ്മളതിൻ്റെ വിശാലാർത്ഥത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചു. പക്ഷെ അതിനൊരു പ്ലാറ്റ്ഫോം വേണ്ടേ? എങ്ങനെയുള്ള ഹൃദയം അൽഹംദുലില്ല പറയുമ്പോഴാണ് ആ അൽഹംദുലില്ലയുടെ സുഖം നമുക്ക് ആസ്വദിക്കാൻ കഴിയുക? അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ഗഹനമായ പഠനം ഇന്ന് നമ്മൾ തുടങ്ങാണ്. നമ്മുടെ വിഷയം തൗഹീദാണ്. എന്താ നമ്മുടെ വിഷയം? മറക്കെ പറഞ്ഞു, എന്താ നമ്മുടെ വിഷയം? തൗഹീദാണ്. നമ്മൾ യഥാർത്ഥത്തിൽ പ്രമാണബദ്ധമായി അള്ളാഹിനെ തിരിച്ചറിയാൻ തുടങ്ങാൻ പോവാണ്. റബ്ബുൽ ആലമീൻ അവനെ തിരിച്ചറിയാൻ, ഉൾക്കൊള്ളാൻ, ആസ്വദിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു സംഗതി പറഞ്ഞു. ഒരു മനുഷ്യൻ മരിച്ചാൽ അള്ളാഹ് ചോദിക്കുന്നൊരു ചോദ്യം, നീ നാട്ടുകാരുടെ നോട്ടസ്ഥലമൊക്കെ ഭംഗിയായി സൂക്ഷിച്ചു അല്ലേ? നമ്മൾ പറഞ്ഞു, അത് എൻ്റെ നോട്ടസ്ഥലം നീ എന്തേ ഭംഗിയാക്കാതെ പോയി? ഞാൻ ഓരോ ദിവസവും ഓരോ നിമിഷവും ഞാൻ അതിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ ഹൃദയം, എൻ്റെ നോട്ടസ്ഥലം ഏതാ? ഹൃദയം. ആ ഹൃദയം നീ ഭംഗിയാക്കിയോ? എൻ്റെ നോട്ടം കിട്ടുന്ന രീതിയിൽ ആ ഹൃദയത്തെ ഭംഗിയാക്കി വെക്കാൻ നിനക്ക് പറ്റിയോ എന്ന് ഞാൻ ഇങ്ങനെ നോക്കും. അപ്പൊ അള്ളാഹിന്റെ നോട്ടസ്ഥലം ഏതാണ്? ഹൃദയം. അത് ഭംഗിയാക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന് വേണ്ടൊരു സാധനമാണ് തഖ്വ. എന്താ പറയാ? തഖ്വ. ആ തഖ്വ എങ്ങനെ സമ്പാദിക്കും? സൂറ അൻആമിന്റെ 153-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَأَنَّ هَذَا صِرَاطِي مُسْتَقِيمًا فَاتَّبِعُوهُ وَلَا تَتَّبِعُوا السُّبُلَ. അള്ളാഹ് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹ് ഈ ഭൂമിയിലേക്ക് അയച്ചത് തൗഹീദ് പഠിപ്പിക്കാനാണ് അല്ലേ? ആ തൗഹീദ് പഠിപ്പിക്കുന്ന കാര്യം കൃത്യമായിട്ട് ആര് ചെയ്തിട്ടുണ്ട്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പൊ ആ നടപടിയെ കുറിച്ച് അള്ളാഹ് പറയാണ്, വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ. പുണ്യനബി പഠിപ്പിച്ച ഈ പാത ഉണ്ടല്ലോ, അതാണ് എൻ്റെ വഴി. അതാണ് എന്നിലേക്കുള്ള വഴി, എന്നെ കാണാനുള്ള വഴി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഈ വഴിയാണ് മുസ്തഖീമ. അത് സ്ട്രെയിറ്റ് ആയ വഴിയാണ്. എങ്ങനെയുള്ള വഴിയാണ്? കുണ്ടും കുഴിയൊക്കെ ഉണ്ടോ അതിൽ? നമ്മുടെ നാട്ടിലെ റോഡ് പോലെയാണോ? ഇപ്പൊ ഞാൻ രാവിലെ പറഞ്ഞതുപോലെ ഇൻഫോ പാർക്കിലേക്കുള്ള റോഡ് മുഴുവൻ ഇങ്ങനെ ബ്ലോക്കാണ്. അതേ അവസ്ഥയാണോ? ജുമക്ക് പറഞ്ഞ പോലെ? ഇല്ല, ചങ്ങതി സ്ട്രെയിറ്റ് റൂട്ടാണ്.
ആ റൂട്ടിലൂടെ നിങ്ങൾ ചെല്ലാൻ നിങ്ങൾക്ക് ആരെ കാണാൻ പറ്റും? അള്ളാഹുവിനെ കാണാൻ പറ്റും. ഫത്തബിഊ, അതുകൊണ്ട് ആ വഴിയെ നിങ്ങൾ നടക്കണേ, ആ വഴിയിൽ നിങ്ങൾ നടക്കണമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. വലാ തത്തബിഉസ് സുബുൽ, വേറൊരു വഴിയെയും നിങ്ങൾ സമീപിച്ചു പോകരുതേ. ആരാ പറയണേ? അല്ലാഹു റബ്ബുൽ ആലമീൻ. ദാലികും വസ്സാകും ബിഹി, ഇത് പടച്ചോൻ എന്തിനാ നമ്മളോട് വസിയത്ത് ചെയ്തത്? എന്താ അള്ളാന്റെ വസിയത്ത്? എന്താണ്? മുത്തുനബി അള്ളാഹ് നിയോഗിച്ചു തൗഹീദ് പഠിപ്പിക്കാൻ. ആ തൗഹീദ് റസൂലുള്ള കൃത്യമായിട്ട് പഠിപ്പിച്ചു. ആ വഴിയെ നിങ്ങൾ നടക്കണം എന്നുള്ളത് അള്ളാന്റെ വസിയത്താണ്. ആ വഴിയെ നിങ്ങൾ നടന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ആരായി മാറും? മുത്തഖി, തഖ്വയുള്ളവരാകുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. ഇപ്പൊ രണ്ട് സംഗതികൾ, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്താണ്? മറ്റൊന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതാണ് തഖ്വയുടെ, തൗഹീദിന്റെ അടിത്തറ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹും, ഞാൻ തൗഹീദിന്റെ ആളാണ്, ഞാൻ തൗഹീദിന്റെ കുറെ ബുക്കൊക്കെ വായിച്ചിട്ടുണ്ട്, എനിക്ക് തൗഹീദിന്റെ സംഘടനയിൽ മെമ്പർഷിപ്പ് ഉണ്ട്. ഇതിലൊന്നും തഖ്വ കിട്ടൂല. തഖ്വ കിട്ടണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അകക്കാമ്പ് എന്താണെന്നറിയണം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഉൾക്കാഴ്ച എന്താണെന്നറിയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആഴത്തിൽ വിഴുങ്ങണം. ഇവർക്കേ തഖ്വയുള്ളൂ, ഇവർക്കേ തൗഹീദുള്ളൂ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് ഒരു ഹദീസ് ഉണ്ട്, ലികുല്ലി ഷൈഇൻ മഅദിനുൻ, എല്ലാ വസ്തുക്കൾക്കും ഒരു ഉത്ഭവ സ്ഥാനമുണ്ട്. വെള്ളത്തിന് ഉത്ഭവമുണ്ട്, അല്ലേ? മഴയ്ക്ക് ഉത്ഭവമുണ്ട്. എല്ലാത്തിനും എന്തുണ്ട്? ഒരു തുടങ്ങണ സ്ഥലമുണ്ട്. അതുപോലെ തന്നെ വമഅദിനു തഖ്വാ, തഖ്വയുടെ ഉത്ഭവസ്ഥാനം ഏതാണ്? ഖുലൂബുൽ ആരിഫീൻ, ആരിഫീങ്ങളുടെ ഹൃദയം, അള്ളാനെ അറിഞ്ഞവരുടെ, ലാ ഇലാഹ ഇല്ലല്ലയെ തിരിച്ചറിഞ്ഞവരുടെ ഹൃദയമാണ് തഖ്വയുടെ ഉത്ഭവസ്ഥാനം സയ്യിദുനാ റസൂലുള്ളാഹ്. അപ്പൊ കലിമയിൽ നമുക്ക് എന്ത് വേണം? അവഗാഹം വേണം. അപ്പൊ അതിനാണ് നമ്മൾ ഇനി പണിയെടുക്കാൻ പോണത്. നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യണം, വേണ്ടേ? അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഖൽബ് തുറന്നു കേൾക്കണം. ഇത് വെറും ഒരു വാളല്ല. ഇത് നിങ്ങൾ ചരിത്രം കേൾക്കാൻ വന്നിരിക്കണോ, അല്ലെ വെറുതെ കേട്ടു പോകുന്ന ഒരു സംഗതിയായിട്ട് നിങ്ങൾ കൂട്ടം വേണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ആരെയും നിർബന്ധിച്ചിട്ടില്ല. ഞാൻ നിങ്ങളോട് ഇന്ന് നിർബന്ധിച്ചോ? സാധാരണ പറയണത് പോലെ ഇല്ല, പറഞ്ഞിട്ടില്ല. ഇതങ്ങനെ എല്ലാവർക്കും പറ്റിയ ക്ലാസ് അല്ല. ഇത് അള്ളാനെ വേണ്ടവർക്ക്, സമാധാനം വേണ്ടവർക്ക്, ഈ ലോകത്ത് എന്നെ റബ്ബ് എന്തിനാണോ പടച്ചത് ആ ലക്ഷ്യം തിരിച്ചറിയേണ്ടവർക്ക് മാത്രമുള്ള ക്ലാസ്സാണ്, എല്ലാവർക്കുള്ള ക്ലാസ് അല്ല. അതുകൊണ്ട് എല്ലാവരും വരണ്ട, അള്ളാനെ വേണ്ടവർ മാത്രം മതി. അല്ലാഹു അങ്ങനെയുള്ളവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിന് എത്ര തൂണുകളുണ്ട് എന്ന് പറഞ്ഞേ, പറയുന്നേ. എത്ര തൂണിന്മേലാണ് ഇസ്ലാം നിൽക്കുന്നത്? 5 തൂണുകൾ. ഒന്നാമത്തെ തൂൺ ഷഹാദത്ത്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. രണ്ടാമത്തെ തൂൺ നിസ്കാരം. കുഞ്ഞുമൊക്കെ നിങ്ങളൊന്നും പറയണില്ലല്ലോ. മൂന്നാമത്തേത് ആണോ? എന്നായിക്കോട്ടെ, അവൻ്റെ ഇഷ്ടം സക്കാത്ത്. 4 നോമ്പ്. 5 ഹജ്ജ് ചെയ്യൽ. സക്കാത്തിന്റെ ഷർത്തും ഫർളും എല്ലാവർക്കും അറിയൂലേ? നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും അല്ലേ? നമ്മളതിന് നിസ്കാരത്തിനെ കുറിച്ച് എന്തോരം ക്ലാസ്സുകൾ, എന്തോരം വാളുകളാ അല്ലേ? സക്കാത്തിനെ കുറിച്ചാണെങ്കിൽ ക്ലാസ് യൂട്യൂബ് തുറന്ന മുഴുവൻ ക്ലാസ്സാണ്. ഹജ്ജിനെ കുറിച്ച്, ഹജ്ജിന്റെ സീസണായ പറയണ്ട, മുഴുവൻ അമീറന്മാരിങ്ങനെ ചറപറ ക്ലാസ് എടുക്കാൻ. നോമ്പിനെ കുറിച്ചും റമദാൻ മാസം ആകണ്ട, അതിനും മുമ്പ് തുടങ്ങും. ഈ ഷഹാദത്ത് കലിമയെ കുറിച്ച് ഒരു ക്ലാസ് ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. എന്തേ? മർമ്മപ്രധാനമായ അടിത്തറയായ ഒന്നാമത്തെ സംഗതിയായ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഈ തൗഹീദിനെ കുറിച്ച്, ഷഹാദത്ത് കലിമയെ കുറിച്ച്, ഷഹാദത്തിന്റെ ഷർത്തും ഫർളും എന്താണെന്നതിനെ കുറിച്ച് ഒരു ക്ലാസ് ആരാണ് നടത്തുന്നത്? നീ ഏതെങ്കിലും ഒരു സംഘടനക്കാർ നടത്തി അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ മറ്റൊരു മുശ്രിക്കാണ്, ഇവര് മുശ്രിക്കാണ്, അവര് കാഫിറാണ്, ഇവര് മറ്റതാണ്, ഇവര് മറിച്ചതാണ്. ഈ സംഗതിയല്ലാതെ തൗഹീദ് കിട്ടൂല. അവിടെ പോയി വരുമ്പോഴത്തേക്കും ഒരു സാധാരണക്കാരന് കൺഫ്യൂഷനാണ്. പടച്ചോനെ, ഞാനിപ്പോ എവിടെയാണ് അല്ലേ? ഞാനിപ്പോ എവിടെയാണ്? കാരണം എൻ്റെ അതേ ഗ്രൂപ്പിലുള്ളവൻ വേറെ സംഗതിയായി ഗ്രൂപ്പ് മാത്രം മാറിയിട്ട് എന്നെ നോക്കിയിട്ട് കാഫിർ എന്ന് വിളിക്കണത്. അപ്പൊ ഞാൻ ഈ ചൊല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അവസ്ഥ എന്താണ്? അപ്പൊ ഇതൊന്നും ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ തമ്മീത്തല്ലാനുള്ള സംഗതിയല്ല. ഇത് അള്ളാനെ തിരിച്ചറിയാനുള്ള അടിത്തറയാണ് സയ്യിദുനാ റസൂലുള്ളാഹ്. ഇവിടെ നമുക്ക് ഒരു ഗ്രൂപ്പുമില്ല. നമ്മുടെ വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. നമ്മുടെ വിഷയം എന്താണ്?
പ്രമാണബദ്ധമായി ഖുർആനും സ്വഹീഹായ ഹദീസും കൊണ്ട് നമ്മൾ തിരിച്ചറിയാൻ പോണത് റബ്ബുൽ ആലമീനായ തമ്പുരാനെയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 5 നേരം മുഴങ്ങി കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട് പള്ളിയിൽ നിന്നില്ലേ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. കേൾക്കാറുണ്ടോ? എന്താണ് പറയണത്? ഈ ബാങ്ക് പഠിച്ചാൽ എന്ത് മനസ്സിലാവും? തൗഹീദ് മനസ്സിലാവും. അതായത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഈ 4 എണ്ണവും തൗഹീദിന്റെ തിയറിയാണ്. തൗഹീദിന്റെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുതൽ ഹയ്യ അലൽ ഫലാഹ് വരെ തൗഹീദിന്റെ പ്രാക്ടിക്കലാണ്. ഇങ്ങനെ പിടിയിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദ്യം 4 എണ്ണം നമ്മൾ പറഞ്ഞു, അല്ല അല്ലാഹു അക്ബർ 4 എണ്ണം പറഞ്ഞു അല്ലേ? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ 4 എണ്ണായി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെ മുതൽ ഹയ്യ അലൽ ഫലാഹ് അവിടെ വരെ തൗഹീദിന്റെ പ്രാക്ടിക്കലാണ്. ആദ്യത്തേത് തിയറിയാണ്. തിയറി പഠിക്കാതെ പ്രാക്ടിക്കൽ കൊണ്ട് വല്ല കാര്യമുണ്ടോ? തിയറി നമ്മൾ പഠിച്ചിട്ടുമില്ല, ആരും നമ്മളെ പഠിപ്പിച്ചിട്ടുമില്ല. അപ്പൊ അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹു ആണ് ഏറ്റവും, അല്ലാഹു കബീർ, അല്ലാഹു വലിയവൻ എന്നല്ല, അല്ലാഹു അക്ബർ, അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ. അതെന്തിനാ നമ്മളിങ്ങനെ പറയണേ? അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ നമുക്കറിയാൻ പാടില്ലേ? നമ്മൾ ഇനി പറഞ്ഞില്ല എന്ന് കരുതിയിട്ട് അല്ലാഹ് ചെറുതാവോ? ഇവിടെ അതല്ല സംഗതി. അല്ലാഹു അക്ബർ, അല്ലാഹു ആണ് എനിക്ക് ഏറ്റവും വലിയവൻ. എങ്ങനെ ഒന്ന് പറഞ്ഞേ? കേട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞേ. മാഷാ അല്ലാഹ്. അല്ലാഹു ആണ് എനിക്ക് ഏറ്റവും വലിയവൻ. എന്റെ സംഘടനയേക്കാൾ, എന്റെ നേതാക്കളെക്കാൾ, എന്റെ രാഷ്ട്രീയത്തെക്കാൾ, എന്റെ കച്ചവടത്തെക്കാൾ, എന്റെ ഉമ്മയേക്കാൾ, എന്റെ ബാപ്പയേക്കാൾ, എന്റെ മക്കളെക്കാൾ, എന്റെ ഭാര്യയേക്കാൾ, എന്നെക്കാൾ എനിക്ക് ഏറ്റവും വലിയവൻ ആരാണ്? അല്ലാഹു അക്ബർ. ഈ സംഗതി വരുമ്പോഴേ തൗഹീദ് റെഡിയാവുകയുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇത് സത്യസന്ധമായി പറയുന്ന ഒരാൾ കൈവക്കേ. പിന്നെ അതിലൊന്നും ഞങ്ങൾ കള്ളത്തരം കാണിക്കൂല എന്നാണ് അല്ലേ? അല്ലാഹു അക്ബറിലേക്ക് പാര കള്ളത്തരം കാണിക്കണേ എന്നാണ്. ഇതൊരെണ്ണം കേൾക്കുമ്പോ രസമാണ് സഹോദരന്മാരെ. ഈ അല്ലാഹു അക്ബർ ഒരെണ്ണം സത്യസന്ധമായി പറഞ്ഞാൽ ലൈഫ് മാറും. അതിലൊന്നും ഞങ്ങൾ മായം കലർത്തുന്നില്ല എന്നാണ്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താലോ? മമ്മദ് ഖാൻ എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തില്? ഇല്ല, പേടിയാണ് പുറത്തോട്ടിറങ്ങുമ്പോഴേ. പക്ഷെ അത് എന്നെ ഉദ്ദേശിച്ചാണെന്നൊക്കെ പറഞ്ഞോളൂ, ഞാൻ ആരും ഉദ്ദേശിച്ചിട്ടില്ല. മമ്മദ് ഖാൻ നിസ്കരിക്കാൻ പള്ളിയിൽ വന്നു. ആരുമില്ല മമ്മദ് ഖാനില്ലേ കൂട്ടത്തില്? ഉണ്ടോ? വേണ്ട. ഷാഫിക്ക, എന്റെ പേര് തന്നെ ആയിക്കോട്ടെ. ഷാഫി എന്ന് പറഞ്ഞ ആരും വേറെ ഇല്ലല്ലോ, ആയിക്കോട്ടെ. ഷാഫിക്ക നിസ്കരിക്കാൻ പള്ളിയിൽ വന്നു. മൂപ്പര് ഭയങ്കര ആത്മാർത്ഥതയോടെ ഇങ്ങനെ നിന്ന് നിയത്തൊക്കെ ചെയ്ത് അല്ലാഹു അക്ബർ, അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ. ഇവർ ഇങ്ങനെ ഭയങ്കര സെറ്റപ്പായിട്ട് അള്ളാഹിനെ മാത്രം കൽപ്പിക്കൊണ്ടെന്ന് ഇങ്ങനെ നിസ്കരിച്ചു. പിന്നെ തക്ബീർ ഒന്ന് പുതുക്കി. റുക്കുവിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ പുതുക്കി. പിന്നെ സുജൂദിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ. ഇടയിലെടുത്തത്തിനും അല്ലാഹു അക്ബർ, പിന്നെയും അല്ലാഹു അക്ബർ. ഒരുപാട് തക്ബീറുകൾ കൊണ്ട് അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി. ഷാഫിക്ക ഒരു വണ്ടി കച്ചവടക്കാരനാ. എന്ത് കച്ചവടക്കാരനാ? വണ്ടി കച്ചവടക്കാരനാണ്. അതുകൊണ്ട് ഷാഫിക്ക കടയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്. അപ്പൊ കസ്റ്റമർ ഇങ്ങനെ ഒരു ബൈക്കൊക്കെ നോക്കിയിട്ട്, ഇത് കൊള്ളാലോ ഷാഫിക്ക, ഇത് കിട്ടില്ല ബൈക്കാണ് മോനെ. അപ്പൊ ഷാഫിക്കയുടെ മനസ്സിലുണ്ട്, ഇതിന് ഒരു ഫോൾട്ട് ഉണ്ട്. ഏതിന്? ഈ ബൈക്കിന്. അതൊന്ന് മറച്ചു വെച്ചാൽ കയ്യിൽ എത്ര കിട്ടും? 5000 കിട്ടും. ഇത് മറച്ചു വെച്ചില്ലെങ്കിൽ 5000 പോകുന്നേ. അപ്പൊ ഷാഫിക്ക എന്ത് ചെയ്തു? മൂപ്പര് ചോദിച്ചു, വണ്ടിക്ക് വല്ല കുഴപ്പമുണ്ടോ? അല്ലാണോ കുഴപ്പമില്ല, കിട്ടില്ല വണ്ടിയാണ്, നീ കൊണ്ടുപോയിട്ട് നോക്ക്. ഞാൻ ഇന്നേ വരെ പടച്ചോനെ കൊടുത്ത് കള്ളത്തരം പറഞ്ഞിട്ടില്ല കേട്ടാ. ഒരുപാട് ടാക്ടിക്സ് ഒക്കെ ഉണ്ട്. വിശ്വാസം ഉണ്ടെങ്കിൽ എടുത്താൽ മതി. അല്ലെങ്കിൽ ബൈക്ക് വേറെ ആള് ബാക്കിൽ നിൽക്കുകയാണ്. എവിടെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ല ബൈക്ക് ഇരട്ടണ മനുഷ്യൻ അല്ലേ? മൂപ്പര് അല്ലാണൊരു കുഴപ്പമില്ല ഇത് വിശ്വസിച്ചിട്ട് ആ മനുഷ്യൻ ആ ബൈക്ക് എടുത്തു. ഇവൻ എത്ര കിട്ടി? ഇപ്പൊ ഷാഫിക്ക് ആരാണ്? ഭൂലോക കള്ളനാണ്. ഭൂലോക. കാരണം ഇവിടെ നാം പറഞ്ഞെന്താ? അല്ലാഹു അക്ബർ, എനിക്ക് ഏറ്റവും വലുത് ആരാണ്? പക്ഷെ അവിടെ പോയിട്ട് അവൻ കാണിച്ചതോ പ്രവൃത്തിയിൽ ഏറ്റവും വലുത് 5000 രൂപയാണ്. അപ്പൊ പടച്ചവന് 5000ന്റെ വില പോലും ആര് കൊടുത്തില്ല? ഷാഫിക്ക കൊടുത്തില്ല അല്ലേ? കാരണം എന്താ? അള്ളാഹ് പറഞ്ഞു, മോനെ നീ കള്ളത്തരം പറയരുത്, നീ നുണ പറയരുത്. നീ അപ്പൊ എന്ത് ചെയ്തു? അള്ളാഹു വലിയവനാണെന്ന് പറഞ്ഞു പോയിട്ട് ഈ 5000ത്തിന് അള്ളാഹിനെ അങ്ങ് വിറ്റു. 5000ന്റെ വില പോലും അള്ളാഹുവിന് കൊടുക്കാച്ചവനായി മാറി.
ഇവൻ മുനാഫിക്കാണ്, ഇവന് തൗഹീദില്ല, ഇവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല, ഇവന് ആദർശമില്ല, ഇവൻ ഈമാനില്ല. നമ്മളും ഇതല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ അല്ലാഹു അക്ബറിനെ തകർക്കുന്നവരാണ്. ചിലപ്പോൾ അഭിമാനത്തിന് വേണ്ടി, നമ്മുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കള്ളത്തരം പറയും, കളവ് പറയും. ഇപ്പൊ എന്ത് സംഭവിക്കും? എനിക്ക് വലുത് അല്ലാഹു അക്ബർ അല്ല, പിന്നെ എൻ്റെ അഭിമാനമാണ്. ഇവിടെ എന്നെക്കാൾ വലുതാകണം ആര്? എന്റെ ഭാര്യയേക്കാൾ, മക്കളെക്കാൾ, ഉമ്മയേക്കാൾ ഒന്നും വലുതായ പോരാ. ആരെക്കാൾ വലുതാകണം? അല്ലാഹു അക്ബർ. അള്ളാഹുവാണ് എനിക്ക് ഏറ്റവും. ആ ക്വാളിറ്റിയിലേക്ക് എത്തുമ്പോഴാണ് അവൻ തൗഹീദിൽ പിച്ച വെച്ച് തുടങ്ങുക. അത് ബഹളം ഉണ്ടാക്കുമ്പോഴല്ല. തൗഹീദിൽ പിച്ച വെച്ച് തുടങ്ങണമെങ്കിൽ അല്ലാഹു അക്ബർ റെഡിയാവണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതായത് അള്ളാഹു വലിയവനാണെങ്കിലും, ഇങ്ങനെ അല്ലാഹ് വലിയവനാണെങ്കിലും നമ്മുടെ മനസ്സിൽ അള്ളാഹു ചെറുതായി പോയേക്കാം. ഈ വലിപ്പ ചെറുപ്പൊക്കെ ആപേക്ഷികമാണ്. മനുഷ്യൻ വലിയ ജീവിയാണ്. കാട്ടുപോത്തിന്റെ മുമ്പിൽ മനുഷ്യൻ ചെറുതാണ്. ആനയുടെ മുമ്പിൽ കാട്ടുപോത്ത് ചെറുതാണ്. ഈ ആനയോ നീലത്തിമിംഗലത്തിന്റെ മുമ്പിൽ ചെറുതാണ്. പണ്ട് കുഞ്ഞായി മുസ്ലിയാരും മങ്ങാട്ടച്ഛനും കൂടി ഒരു സംഭവം ഉണ്ടായില്ലേ, കഥകളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. മങ്ങാട്ടച്ഛൻ എന്ത് ചെയ്തു? ഒരു വര ഇങ്ങനെ വരച്ചു. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള കഥയാണ്. വര വരച്ചിട്ട് മങ്ങാട്ടച്ഛൻ പറഞ്ഞു, ഈ വരയിൽ തൊടാതെ ഈ വരയെ ചെറുതാക്കുന്നവർക്ക് സമ്മാനമുണ്ട്. അപ്പൊ ആളുകളൊക്കെ വന്നു. ഇവർക്കൊന്നും മനസ്സിലാവണില്ല, എന്ത് ചെയ്യും? അപ്പോഴാണ് ഹാസ്യ സാമ്രാട്ടായ കുഞ്ഞായി മുസ്ലിയാർ അതിലേ വരുന്നത്. കുഞ്ഞായി മുസ്ലിയാർ ഒരു ആരിഫായ സൂഫി കൂടെ ആയിരുന്നു കേട്ടോ. മൂപ്പരെങ്ങനെ വന്നിട്ട് എന്ത് ചെയ്തു? അതിന്റെ തൊട്ടടുത്തൊരു വര വേറെ വലുത് വരച്ചു. ഇപ്പൊ നിങ്ങളുടെ വര ചെറുതായില്ലേ? നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള കഥയാണ്. അപ്പൊ ഈ വലിപ്പ ചെറുപ്പമൊക്കെ ആപേക്ഷികമാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനേക്കാൾ വലിപ്പം മറ്റെന്തിനെങ്കിലും കൊടുത്താൽ നമ്മുടെ കൽബിൽ ആര് ചെറുതാകും? അള്ളാഹ് ചെറുതാകും. നമ്മുടെ നിസ്കാരം ശരിയാവൂല, നോമ്പ് ശരിയാവൂല, ഒരമലും ശരിയാവൂല, ഈമാൻ തന്നെ റെഡിയാവൂല. ഈമാൻ റെഡിയാകണമെങ്കിൽ അല്ലാഹു അക്ബർ റെഡിയാകണം. എന്ത് റെഡിയാവണം? അല്ലാഹു അക്ബർ റെഡി. ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാല്, ഈ അക്ബർ അള്ളാഹു മനോഹരമായി ഖുർആനിൽ വരച്ച് കാണിക്കുന്നുണ്ട്. സൂറത്ത് യൂസുഫ് ഓതിയിട്ടില്ല നിങ്ങൾ? സൂറത്ത് യൂസുഫ്. യൂസുഫിനെ പറ്റി ചരിത്രമൊക്കെ അറിയാൻ പാടില്ല നിങ്ങൾക്ക് അല്ലേ? സൂറത്ത് യൂസുഫിന്റെ 30-ാമത്തെ ആയത്തൊന്ന് മറിച്ചു നോക്കിയാൽ കാണാം. അവിടെ യൂസുഫ് നബിയെ കൊണ്ടുവരുന്നത് ഒരു അടിമയായിട്ടാണ്, ഒരു ഭൃത്യനായിട്ടാണ് അല്ലേ? ഈ ഭൃത്യനിൽ ആർക്കിഷ്ടം തോന്നി? അസീസ് രാജാവിന്റെ ഭാര്യയായ സുലൈഖ ബീവിക്ക് ഇഷ്ടം തോന്നി. അപ്പൊ എന്ത് സംഭവിച്ചു? നാട്ടുകാരികളായ, കൂട്ടുകാരികളായ സ്ത്രീകളൊക്കെ കളിയാക്കാൻ തുടങ്ങി. ഒരു അടിമച്ചക്കന്റെ പിന്നാലെ നടക്കണം, നിനക്ക് നാണമില്ലേ സുലൈഖ? അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്, وقال نسوة في المدينة امرأة العزيز تراود فتاها عن نفسه قد شغفها حبا إنا لنراها في ضلال مبين. സുലൈഖ ബീവി ഇത് കേൾക്കുന്നുണ്ട്. തന്നെ കുറിച്ച് തന്റെ തോഴിമാരൊക്കെ കുറ്റം പറഞ്ഞു നടക്കാണ്. എന്താ പറയണത്? ഇവൾ ഇത്ര വലിയ രാജ്ഞിയായിട്ട്, ഈ വലിയ മിസ്ർ രാജ്യത്തിന്റെ അധികാരിയായിട്ട് ഇവള് കണ്ട ഒരു അടിമപ്പയ്യന്റെ പിന്നാലെ നടക്കുകയാണ്. ഫലമ്മാ സമിഅത് ബിമക്രിഹിൻ അർസലത് ഇലൈഹിൻ. സുലൈഖ ബീവി എന്ത് ചെയ്തു? ഇവളുമാരെ അങ്ങനെ വിട്ടാ പറ്റൂല. ഇവരിലേക്ക് ഒരു ദൂതനെ പറഞ്ഞയച്ചു. വഅതത് ലഹുന്ന മുത്തക. അവരൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അവർക്കൊരു ചാരു കസേര കൊടുത്തു. അപ്പൊ ഒരുപാട് പെണ്ണുങ്ങൾ ഇങ്ങനെ ചാരു കസേരയിൽ ഇരിക്കാൻ. അല്ലാഹ് അക്ബർ പഠിപ്പിക്കുകയാണ് നമ്മളെ. അല്ലാഹു അക്ബർ എങ്ങനെയാകണമെന്ന് പഠിപ്പിക്കുകയാണ്. പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. വആതത് കുല്ല വാഹിദത്തിൻ മിൻഹുന്ന സിക്കീന. ആ പെണ്ണുങ്ങളുടെ കയ്യില്, ഒരു പെണ്ണിന്റെ കയ്യില് ഒരു കയ്യിൽ എന്ത് കൊടുത്തു? കത്തി കൊടുത്തു. മറ്റൊരു കയ്യില് കുക്കുംബർ കൊടുത്തു, അല്ലെങ്കിൽ എന്തെങ്കിലും പഴം കൊടുത്തു. എന്നിട്ട് അത് മുക്കി തിന്നാനായിട്ട് തേനും കൊടുത്തു. അപ്പോൾ സ്റ്റാർട്ടറാണ്. വലിയ മന്തിയൊക്കെ പിന്നെ വരാനിരിക്കുന്നേ ഉള്ളൂ അല്ലേ? സ്റ്റാർട്ടർ ഇങ്ങനെ കയ്യിലൊരു സംഗതിയൊക്കെ കൊടുത്ത് ഇങ്ങനെ മുറിക്കാൻ വേണ്ടിയിട്ട് സുലൈഖ ബീവി കൊടുത്തേക്കാണ്. വഖാലത് ഉഖ്റുജ് അലൈഹിൻ. അടിമയായ യൂസുഫിനോട് പറഞ്ഞു, യൂസുഫേ അധികം നേരം ഒന്നും നിൽക്കരുത്, വെറുതെ ഒന്ന് ആ പെണ്ണുങ്ങളുടെ ഇടയിൽ കൂടെ അങ്ങ് നടന്നു പോകണം. ഒരുപാട് പേരൊക്കെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ മരിച്ചു അല്ലേ? വെറുതെ ഒന്ന് ഫ്രണ്ടിൽ കൂടെ ഒന്ന് പാസ് ചെയ്യണം. ഫലമ്മാ റഅയ്നഹു അക്ബർന. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ കയ്യില് ഈ കുക്കുംബറും പിടിച്ച് നിൽക്കുന്ന പെണ്ണുങ്ങൾ ഇങ്ങനെ മുറിക്കാണ് കുക്കുംബർ. അതിൻ്റെ ഇടയിൽ യൂസുഫ് നബി ഇങ്ങനെ നടന്നു പോവാണ്. നടന്നു പോകുമ്പോ അക്ബർന, ആ പെണ്ണുങ്ങളെല്ലാവരും തക്ബീർ കെട്ടി. അവരുടെ തക്ബീർ എന്തായിരുന്നു? ഏറ്റവും വലിയ ഭംഗിയുള്ളവൻ ആരാണ്?
യൂസുഫാണ് എന്ന് ആ പെണ്ണുങ്ങളൊക്കെ മനസ്സിൽ പറയാൻ തുടങ്ങി. അവര് യൂസുഫ് അക്ബർ എന്നവരുടെ കൽബിൽ പറയാൻ തുടങ്ങി. അപ്പൊ എന്ത് സംഭവിച്ചു? വഖത്തഅന ഐദിയഹുൻ. യൂസുഫ് അക്ബർ ആയപ്പോ അവരുടെ വിരലുകൾ ചെറുതായി എന്ന് പറഞ്ഞാല് യൂസുഫ് നബിയുടെ ഭംഗി കണ്ട് അവരിങ്ങനെ നോക്കി നിന്നപ്പോ ഈ പഴത്തിന് പകരം അവരുടെ കൈകൾ അവരിങ്ങനെ മുറിച്ചു. അറിഞ്ഞോ? കൈയുടെ വാല്യൂ അവർക്കപ്പം മനസ്സിലായോ? കാരണം അതിനേക്കാൾ വാല്യൂ ആർക്കുണ്ട്? യൂസുഫിനുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഇതാണ് അക്ബർ. എന്നിട്ട് അല്ലാഹു പറയാൻ വഖുൽന ഹാശ ലില്ലാഹ്. ആ പെണ്ണുങ്ങളൊക്കെ പറഞ്ഞു, പടച്ചോനെ, മാ ഹാദാ ബശറുൻ ഇൻ ഹാദാ ഇല്ലാ മലകുൻ കരീം. യൂസുഫ് ഒരു മനുഷ്യ കുഞ്ഞല്ല കേട്ടോ, ഇതൊരു മലക്കിന്റെ കുഞ്ഞാണ്, ഇതൊരു മലക്കാണ്. വെറുതെ അല്ല സുലൈഖ വീണത്. അപ്പോഴാണ് ഇവരിങ്ങനെ കയ്യിലേക്ക് നോക്കണത്. പടച്ചോനെ, ഇപ്പോഴാ വേദന തുടങ്ങണത്. യൂസുഫ് അക്ബർ ആയപ്പോ ബാക്കിയൊക്കെ എന്തായി? ചെറുതായി. ഇതുപോലെ നിസ്കരിക്കാൻ നിൽക്കുമ്പോ അല്ലാഹു അക്ബർ അല്ലെങ്കിൽ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന മനുഷ്യന്റെ കൽബിൽ അല്ലാത്തതെല്ലാം കൊതുക് കുത്തിയത് പോയിട്ട് മൂർക്കം പാമ്പ് കുത്തിയത് പോലും അറിയില്ല. അല്ലാഹു അക്ബർ പറയേണ്ട വിധത്തിൽ പറഞ്ഞവൻ. അക്ബർ എന്താണെന്ന് പഠിപ്പിക്കുന്ന അല്ലാഹു റബ്ബുൽ ആലമീൻ. മനസ്സിലായോ? അപ്പൊ അല്ലാഹു അക്ബർ എന്ന് ആ ബോധ്യത്തിൽ പറയുന്നവൻ മണ്ണ്, പെണ്ണ്, പൊന്ന് എന്തോ ആയിക്കോട്ടെ, ഇതൊക്കെ ചെറുതാകും അവന്റെ മുമ്പിൽ. അവന്റെ മുമ്പിൽ വലുതൊന്നേ ഉള്ളൂ. ആരാണത്? അല്ലാഹു അക്ബർ. അപ്പൊ ഈ സ്വാലിഹീങ്ങള്, സ്വഹാബത്ത്, ആരിഫീങ്ങൾ, സ്വാലിഹീങ്ങൾ, ഔലിയാക്കളൊക്കെ ഈ അല്ലാഹു അക്ബർ പ്രാക്ടിക്കലാക്കിയവരാണ്. അവരുടെ കൽബിൽ നിന്നാണ് മഅദിനു തഖ്വ ഉടലെടുക്കുന്നത്. സയ്യിദുന വഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അല്ലാതെ താടിയിലല്ല തഖ്വ ഇരിക്കണത്. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അതായത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു വാക്കുണ്ട്, രോമമതം. ഇസ്ലാം ഒരു രോമമതമല്ല. സുന്നത്തിന് വേണ്ടി രോമം വളർത്തിയാൽ നിങ്ങൾക്ക് കൂലി കിട്ടും. പക്ഷെ ഒരു രോമത്തിൽ തളച്ചിടപ്പെടേണ്ട, കേവലം താടിയിലേക്ക് ഒതുങ്ങിപ്പോകേണ്ട സംഗതിയല്ല ഇസ്ലാം. തൗഹീദിന്റെ, റുബൂബിയ്യത്തിന്റെ, ഉലൂഹിയ്യത്തിന്റെ ഇലാഹായ റബ്ബുൽ ആലമീനെ തിരിച്ചറിഞ്ഞ് ജീവിക്കേണ്ട മതമാണേത്. ബാക്കിയൊക്കെ വഴിയേ വരേണ്ടതാണ്. അടിസ്ഥാനം തൗഹീദാണ്. തൗഹീദ് തിരിയാതെ, തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. തൗഹീദ് തിരിയേണ്ട വിധത്തിൽ തിരിയാതെ അവൻ ആരാവൂല? മുസ്ലിം ആവൂല. അപ്പൊ അതിനുള്ള വഴി ഒരുക്കലാണ് ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മുടെ പണി. ഇപ്പൊ ഈ ഒരു അടിത്തറ ബേസിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് പോയിട്ട് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും ചിന്തിക്കൂലേ? അല്ലാഹു അക്ബറിനെ കുറിച്ച് ഓരോ വിഷയവുമായി ബന്ധപ്പെടുത്തി ഒന്ന് ചിന്തിക്കോ? ഞാൻ പറഞ്ഞില്ല, വെറുതെ കേട്ടുപോയിട്ട് കാര്യമില്ല. യൂസുഫ് നബിയുടെ ആ സംഭവവും അക്ബർ എന്താണെന്നും നമ്മൾ നിസ്കാരത്തിൽ കൈകെട്ടുമ്പോൾ വരുന്ന സംഭവങ്ങളും, നിസ്കരിച്ച് ഇനി പടച്ചോനെ മാത്രം കൽബിൽ വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയാലും ഈ അല്ലാഹു അക്ബർ ചെറുതായി പോകുന്ന സംഗതികൾ പലപ്പോഴും നമ്മുടെ ലൈഫിലുണ്ട് അല്ലേ? നേരത്തെ നമ്മൾ ഉദാഹരണമൊക്കെ പറഞ്ഞു. ആ സംഗതികളൊക്കെ എൻ്റെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഞാനൊന്ന് റിപ്പയർ ചെയ്യണം എൻ്റെ കൽബ്. ആ കൽബിൽ റബ്ബിനിടമുള്ള കൽബാക്കി മാറ്റണം, റബ്ബിന്റെ അർശുള്ള കൽബാക്കി മാറ്റണം. അൽ ഖൽബ് അർശുള്ള, അള്ളാന്റെ അർശ് മുഅ്മിനിന്റെ കൽബിലാണെന്നാണ്. ആ കൽബ്, അങ്ങനെയുള്ളൊരു കൽബായി നമ്മുടെ കൽബ് മാറാനുള്ള പരിശ്രമം ഉണ്ടെങ്കിൽ അള്ളാഹ് കൂടെ ഉണ്ടാകും. മൻ ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബുലന. ഒറ്റടിക്കൊന്നും നടക്കൂല. എന്റെ മാർഗത്തിൽ നിങ്ങൾ പരിശ്രമിച്ചാൽ ഞാൻ വഴി അങ്ങ് തുറന്നു തരുമെന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. പടച്ചോനെ, നിന്നെ തിരിച്ചറിയാനുള്ള വഴി നീ തന്നെ ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ എല്ലാവർക്കും കാര്യം പിടിയിട്ടില്ലേ? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ആദ്യം ഞാൻ എന്നോട് തന്നെ കേട്ടോ പറയണേ, നമ്മളൊക്കെ ജീവിതത്തിൽ ഇത് കൊണ്ടുവരാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ബാക്കി വേണമെന്നുണ്ടെങ്കിൽ നാളെ തന്നെ നമുക്കിതിൻ്റെ ബാക്കി പ്ലേ ചെയ്യാം. നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, ഇൻഷാ അല്ലാ. അപ്പോൾ ഏതായാലും അല്ലാഹു റബ്ബുൽ ആലമീൻ അവനെ തിരിച്ചറിയുന്ന, ആ ബോധ്യത്തിൽ ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചു, ബൂസൂരി ഇമാം രചിച്ച ഏറ്റവും മഹത്തരമായ മൗലിദ് ഏതാണ്? അത് ഖസീദത്തുൽ ബുർദയാണ് അല്ലേ? മുത്തുനബി സ്വപ്നത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞ ആ മനോഹരമായ ബുർദ. يا أكرم الخلق ما لي من ألوذ به سواك عند حلول الحديث العميم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അല്ലാഹു കബൂൽ ചെയ്യട്ടെ.
അപ്പോൾ ബുറുദയാണത്. ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു പ്രബോധനത്തിന് പറഞ്ഞേക്കുമ്പോൾ മൂസാ നബി അള്ളാഹിനോട് പറഞ്ഞു, പഠിച്ചവൻ എനിക്ക് കുറച്ച് വിക്കൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു സഹായി വേണം, എൻ്റെ സഹോദരനെ പ്രവാചകനാക്കി എൻ്റെ കൂടെ അയക്കണം. ആരാണ് മൂസാ നബിയുടെ ആ സഹോദരൻ? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളിത് ഇന്ന് പറഞ്ഞത് അത്രയും നീ സ്വീകരിക്കണേ തമ്പുരാനെ. അതിൻ്റെ മിസ്ൽ സവാബ് മുത്ത ഹബീബിൻ്റെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ഈ ക്ലാസ്സുകളിലൂടെയൊക്കെ നിന്നെ തിരിച്ചറിയാൻ, നിന്നെ ബോധ്യപ്പെടാൻ, നിന്നെ കൽബിലിങ്ങനെ ആ സുഖം, നിന്നോടുള്ള സ്നേഹം ആസ്വദിക്കാൻ, ഒരനുഭൂതി എന്നോണം തിരിച്ചറിയാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. നീയില്ലാത്തൊരു ജീവിതം ഞങ്ങൾക്ക് വേസ്റ്റാണെന്നുള്ള ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൽ ജീവിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. നിൻ്റെ ഹബീബിനോടുള്ള അതിരറ്റ പ്രണയം നൽകണേ അല്ലാ. ഒരുപാട് മുറാദുകളുണ്ട്. എന്തെല്ലാം മുറാദുകളാണ് ഈ കമൻറ്റ് ബോക്സിലുള്ളത്. പ്രത്യേകിച്ച് ആ പാവപ്പെട്ട ഉസ്താദിന് വേണ്ടി റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്ത ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അവരൊക്കെ നീ ചേർത്ത് പിടിക്കണയല്ല. അവരുടെ പ്രയാസങ്ങളൊക്കെ നീ അകറ്റണയല്ല. സങ്കടങ്ങൾ അകറ്റണയല്ല. ഈ പരിശുദ്ധ ദിനരാത്രങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ ചേർത്ത് പിടിച്ചതിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ഒരു പ്രയാസവും തരില്ലേ അല്ല. റഹ്മാനുർ റഹീമായ റബ്ബേ, മക്കളില്ലാത്തവർക്ക്, വീടില്ലാത്തവർക്ക്, പടച്ചോനെ ജോലിയില്ലാത്തവർക്ക് എല്ലാ പ്രയാസങ്ങളും നീ അകറ്റണയല്ല. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ആരൊക്കെയുണ്ടോ പുറത്തു കൊടുക്കണയല്ല. ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് വിളിക്കല്ലേ അല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.